നമ്മളിപ്പോൾ വന്നിട്ടുള്ളതേ പയമ്പരിയും ബീഫും നമ്മളെ ഇടയിലോട്ടല്ലേ കോഴിക്കോട്ടുകാരെ സ്വന്തം പയമ്പരിയും ബീഫിന്റെ വികാരം. ഈ ബീഫ് മൊത്തം ഇങ്ങോട്ടുള്ളത് ഒക്കെ ഫ്രഷാണ്. ഇത്രയും തിരക്കൊഴിഞ്ഞൊന്നും വിചാരിക്കാം, നല്ല തിരക്കുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ തിരക്കൊക്കെ നൊയിപ്പിച്ചതാണ്. പിന്നെ ആ കണ്ണാടികളൊക്കെ നമുക്കുള്ളതാ. അവിടെ ഉപ്പുമാവുണ്ട്, പുട്ടുണ്ട്, ബീഫുണ്ട്. ഇവിടുത്തെ ബീഫിൻ്റെ കൂടെ എല്ലാം പോകും. പക്ഷെ നമ്മളെ മെയിൻ ഈ കാണുന്ന ആളാണ് പയമ്പരി. പിന്നെ ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പുട്ടും ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ കൂടെ നമ്മളെ കൂടെ ബീഫ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി വരുത്തായിരുന്നു. ബീഫും പയമ്പരിയും ഒരേ ഒരു പുളി, അടിപൊളി പറഞ്ഞാൽ അടിപൊളി. പിന്നെ പുട്ടും ബീഫും ഉണ്ടായിരുന്നു, അതും ടേസ്റ്റിന്. പിന്നെ ഇവിടുത്തെ പയമ്പരിയും ചിക്കൻ കറിയും ഒരു രക്ഷയില്ല, ഇതിനൊക്കെ രസം. നമുക്ക് കാക്കനോട് ചോദിച്ചു നോക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. 1930 തുടങ്ങിയതാ, ഞാൻ ജനിച്ചിട്ടില്ല. ഈ പയമ്പരി ഇതാണ്. പക്ഷെ ഇതെല്ലാം ആദ്യമുള്ളതാണ്. പക്ഷെ അന്ന് വരട്ടിയത് സാധനം ബീഫ് വരട്ടിയത് അത് അമ്മിമൽ അരിച്ചിട്ട് മുളക് മല്ലിയൊക്കെ അമ്മിമൽ അരിച്ചിട്ട് ആ കാലഘട്ടം അങ്ങനെയാണ്. മുളക് പൊടിയുടെ കാലഘട്ടം, പൊടിപ്പിക്കുന്ന മില്ലൊന്നും ആ കാലഘട്ടത്തിലില്ല. കൈകൊണ്ട് അമ്മിമൽ അരക്കണം. ആ ടേസ്റ്റ് ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോകാണ്. എന്റെ ഒരു ചെറിയ മോന്, ലാസ്റ്റ് മോനാണ് ഇത് ഈ ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആള്. ഓനക്ക് വാപ്പന്റെ ഒരു പൊരുത്തം കിട്ടിയ ആളാണ്. എന്റെ വാപ്പന്റെ കൈപ്പുണ്ണി ഓനക്ക് കിട്ടി. ഓനക്ക് എല്ലാ പണിയും അറിയാം. കാക്ക ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം തന്ന ആളാട്ടോ. കാക്കനെ ഞാൻ സമ്മതിക്കുന്ന തിരക്കിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി തന്നില്ലേ. പിന്നെ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, ഗൂഗിൾ മാപ്പിലുണ്ട്. എല്ലാവരും വരണം, കഴിക്കണം.